ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ നെല്ലിയാമ്പതിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെല്ലിയാമ്പതിലോട്ട് വന്ന കാഴ്ചകളൊക്കെ നമ്മൾ തുടരെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ ന്യൂ മെമ്പർ ആണെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ഐക്കൺ. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ നെല്ലിയാമ്പതി. നമ്മൾ രാവിലെ വന്ന് ഇപ്പോൾ ടൈം എത്രയായി? ഒരു 4 മണി ആവാറായിട്ടുണ്ട്. അസർ വാങ്ങി കൊടുത്തു. ഏഷാണോ? അപ്പോൾ അത്രയൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് കുണ്ടറച്ചോല. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നെല്ലിയാമ്പതിയിൽ കുറച്ച് നാൾ മുന്നേ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഗതാഗത തടസ്സങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ പാലമൊക്കെ കെട്ടലും, അപ്പോൾ ഇതാണ് ഈ പുതിയ പാലമൊക്കെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ കുറേ നന്മയുള്ള മനസ്സുള്ള കുറേ ആളുകളുടെ ഹെൽപ്പും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് ഇത്, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ സ്ഥലം കുണ്ടറച്ചോല. ഇവിടെ നിന്നാണ് ഈ സൈഡിൽ നിന്നാണ്, ഇതാണ് കേട്ടോ ഉരുൾപൊട്ടിയിട്ട് ഉള്ള ആ ഒരു സ്ഥലമാണിത്. ഇഷ്ടംപോലെ നമ്മൾ ഇതിന് മുന്നേ ഞാൻ പോയപ്പോൾ കുറേ ഇവിടെയൊക്കെ ഭയങ്കര ചളിയൊക്കെ ആയിട്ട് കിടക്കായിരുന്നു. ഇപ്പോൾ ശരിക്കും ഇതങ്ങനെ ഒരു സ്ഥലം നടന്നായിട്ടേ തോന്നുന്നില്ല, ഉരുൾപൊട്ടലാണെന്നൊന്നും. അപ്പോൾ ഇതാണ് ആ കുണ്ടറച്ചോല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങൾക്കിത് കാണാൻ പറ്റിയില്ല. ഒരു അടിപൊളി സീന്. ഞങ്ങളുടെ വീടിനടുത്തുള്ളവർ തന്നെ, നൈബേഴ്സ് തന്നെ ആ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവർ കണ്ട ഒരു സംഭവമാണ്. കരിങ്കുരങ്ങനെയും അതുപോലെ തന്നെ അവർ ആനയും കണ്ടിട്ടുണ്ടായിരുന്നു, ആനക്കുട്ടികളെയൊക്കെ. ഞങ്ങൾക്കത് മിസ് ചെയ്തു, ഞങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. അതും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു.
നെല്ലിയാമ്പതിയിൽ സീതാർകുണ്ടിലോട്ട് എത്തിയേക്കാണ്. ഇതെൻ്റെ മാമയുടെ മോളാണ് അസ്ന. ആൻഡ് അത് അമ്മ പോകുന്നുണ്ട് അങ്ങോട്ട്. അമ്മയും അവളും ഫ്രണ്ടിൽ നടന്നു, ഞാൻ അതിൻ്റെ തൊട്ട് ബാക്കിൽ എൻ്റെ മാമയും ബ്രദറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതേ പോവാണ്. അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു, ഒരു അൺപ്ലാൻഡ് ട്രിപ്പായിരുന്നു. കാരണം ഞങ്ങൾ രാവിലെ എണീറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാമ വിളിച്ചിട്ട് ഇന്ന് പോയാലോ നെല്ലിയാമ്പതിയിലോട്ട്. ഞങ്ങൾ കുറച്ചായി പ്ലാൻ ചെയ്യുന്നു ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പോയാലോ എന്നൊരു ആലോചന. അങ്ങനെ പെട്ടെന്നൊരു അൺപ്ലാൻഡ് ആയിട്ട് ട്രിപ്പായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിങ്. ഭയങ്കരമായിട്ടുള്ള കുറേ മെമ്മറീസൊക്കെ ഉണ്ടായി, കുറേ അൺഫോർഗറ്റബിൾ മൊമെൻറ്റ്സ് ഉണ്ടായി. അപ്പോൾ ദൈവളെൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ്, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുകയാണ്. കുറേ നല്ല തിരക്കായിരുന്നു, സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇങ്ങനെ നല്ല നമ്മൾ സീതാർകുണ്ടിലോട്ട് അവിടെ ഒരു ജോബ്സിൻ്റെ ഗാർഡനിലോട്ട് പോയിട്ടാണ് തോന്നുന്നു, ഐ തിങ്ക് അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ എത്തി. അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്, അത്രയൊന്നുമില്ല, കുറച്ച് ദൂരം. അപ്പോൾ അങ്ങനെ നടന്ന് അതിന് ശേഷം നമ്മൾ അവിടെ സൂയിസൈഡ് പോയിന്റിലോട്ട് എത്താണ്. സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് അയ്യോ എന്ത് ഭംഗിയാണ്, നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും. നേരിട്ട് പോയി ശരിക്കും നമ്മൾ എന്താ പറയുക, ലൈഫിൽ കുറേ സംഭവങ്ങൾ നമ്മളുടെ ഭൂമിയിൽ കാണാനുണ്ട്. അത്രയും ഭംഗിയായിട്ടുള്ള ഓരോ വ്യൂസൊക്കെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമ്മളിതൊക്കെ കാണുമ്പോൾ. ശരിക്കും അവിടെ ഇത്രയും അധികം തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നൊരു പാട്ടൊക്കെ കേട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അതൊരു അടിപൊളി ഫീലായിരിക്കും. നമ്മളിപ്പോൾ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഫീലാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലേസിലൊക്കെ പോയിട്ട് നിങ്ങൾ സ്റ്റേ ഒക്കെ ആണെങ്കിൽ സെറ്റാണ്. ഇതിപ്പോൾ സ്റ്റേ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇവിടെ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്റ്റേ ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേ ചെയ്യുക. അവിടെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ സ്റ്റേ ചെയ്യുക. സ്റ്റേ ചെയ്തിട്ട് ഒരു അടിപൊളി എന്താ പറയുക, നല്ലൊരു വൈബായിരിക്കും അവിടെ നിന്ന് കിട്ടുക നിങ്ങൾക്ക്. ഐ ആം ഷുവർ ദാറ്റ്. സോ നിങ്ങൾ ഊട്ടിയിലേക്കും അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ നെല്ലിയാമ്പതി മിസ് ചെയ്യരുത്. ആൻഡ് ദിസ് ഈസ് ദ വ്യൂ, ഇറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമ്മൾ താഴ്ഭാഗത്ത് കൊല്ലംകോട് ആ ഭാഗമൊക്കെയാണ് കേട്ടോ എന്നാണ് അവിടെയുള്ള ആളുകൾ പറഞ്ഞത് എന്നാണ് എൻ്റെ ഒരു അറിവ്. താഴെ കൊല്ലംകോട് അങ്ങനെയാണ് താഴ്ഭാഗം കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റായിരുന്നു. ഞങ്ങൾ താഴെ അയ്യപ്പൻതിട്ടൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ എത്തിയപ്പോൾ ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഓക്കെ ആയി, അത് കഴിഞ്ഞതും ഓക്കെ ആയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു. ഇഷ്ടം പോലെ കുരങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ നമ്മുടെ ന്യൂട്രീഷൻ ബോളൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊരു 10-30 ന്യൂട്രീഷൻ ബോള്, ഞങ്ങളല്ല അമ്മ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുരങ്ങൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഞങ്ങൾക്ക് ആനിമൽസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവർക്ക് ഫ്രൂട്ട്സൊക്കെ എല്ലാവരും കൊടുക്കണമല്ലേ, നമ്മൾ ഒരു വെറൈറ്റി പിടിച്ചതാണ് ന്യൂട്രീഷൻ ബോൾ. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചില കുരങ്ങുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള, നമ്മൾ ആനിമൽസിനോട് ഫുഡ് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെയാണ്. കാരണം അവർ ഇങ്ങനെ വയലൻ്റാവും, എല്ലാവരും കൂടി അടി ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളങ്ങനെ അധികം അങ്ങനെയൊന്നും ആക്കാതെ നേരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അധികം നമ്മൾ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ചിട്ട് കൊടുക്കുമ്പോഴാണ് എല്ലാവരും കൂടി അത് ഓരോന്നിനെ കാണുമ്പോൾ ഓരോന്നായിട്ട് അമ്മ ഇങ്ങനെ ഇട്ട് കൊടുക്കായിരുന്നു. അമ്മ വഴിയിൽ അമ്മയും മാമയും കൂടിയിട്ടും ഞാനും എൻ്റെ ബ്രദറും ഞാനും എൻ്റെ ബ്രദറും അസ്നയും കൂടിയിട്ടാണ് ഒരു വണ്ടിയിൽ വന്നത്. അത് 2 വീലറിൽ തന്നെ പോകണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം നമുക്ക് ആ ഒരു പ്രകൃതി ഫീൽ ചെയ്യണമെങ്കിൽ ശരിക്കും 2 വീലറിൽ പോകണം. കാറിൽ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ചെയ്തതാണ്. അത് ഭയങ്കര നിർബന്ധമായിട്ട് അങ്ങനെ പോയതാണ്. കുറേ കുരങ്ങൾ ഉണ്ടായിരുന്നു അവിടെ, കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ. ഈ മരമൊക്കെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണ്ടിട്ടുണ്ടാകും. നെല്ലിയാമ്പതിൻ്റെ പിക്ക് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഈ ഒരു മരമായിരിക്കും. അത് ഭയങ്കര ഫേമസ് ആണ്. അതൊരു നെല്ലിക്ക മരമാണ്. പക്ഷേ ഇതുവരെ അത് നെല്ലിക്ക കാച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ കുറേ ടൈം ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ടിട്ടില്ല. ഇഷ്ടംപോലെ കുരങ്ങളും അതുപോലെ തന്നെ കുരങ്ങൾ എൻ്റെ സൈഡിലൂടെ കുരങ്ങൾ പോയി, ഞാനൊക്കെ പേടിച്ചു. അടുത്തുകൂടെ ഇങ്ങനെ പോയി. ഇതേ അമ്മ വെറുതെ ന്യൂട്രീഷൻ ബോളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ അമ്മ പെരുക്കി കഴിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ കഴിക്കുന്നുണ്ട്. അടുത്ത ആൾ അവിടെ നിന്ന് പോയി വന്നു. ഇതുപോലെ ആ കുരങ്ങുണ്ടോ, അത് അമ്മയുടെ ബാഗിൽ നോക്കിയിട്ട് നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ കാണിച്ചതേ കണ്ടോ. ബാഗിൽ നോക്കി നിൽക്കുമായിരുന്നു അവർക്ക് കൊടുത്തപ്പോൾ. പിന്നെ അങ്ങനെ പോയി ആള് ഇട്ട് കൊടുത്ത്. ഇതാണ് സീനിയർ കേട്ടോ അവിടുത്തെ. സീനിയേഴ്സിന് ഭയങ്കരമായിട്ട് റാഗിങ് ഉണ്ട് അവിടെ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു ടൂറിസ്റ്റ് പ്ലേസിലോട്ട് പോയൊരു വൈബായിരുന്നു. ടൂറിസ്റ്റ് പ്ലേസ് ആണ്, എന്നാലും കുറേ ആളുകൾ ഉള്ളപ്പോഴാണ്. തിങ്കൾ ടു വെള്ളി വരെ അധികം ആളുകൾ ഉണ്ടാവില്ല. ശനി ഞായറും അവിടെ ശരിക്കും
ഭയങ്കര തിരക്കായിരിക്കും. നിങ്ങൾക്ക് തിരക്ക് ആയിട്ട് പോകാനാണ് ഇഷ്ടമെങ്കിൽ എനിക്ക് അങ്ങനെ ഇഷ്ടം കേട്ടോ. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി തന്നെ കുറേ പേര് ഉള്ളതുകൊണ്ട് ഭയങ്കര സേഫ് ആയിരിക്കുമല്ലോ. ആളില്ലാത്ത ടൈമിൽ പോകുന്നതും ആളുള്ള ടൈമിൽ പോകുന്നതും എനിക്ക് തോന്നിയിട്ടുള്ളത് ആളുള്ള ടൈമിൽ പോകുന്നതാണ് കുറച്ചുകൂടി സേഫ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇറ്റ് ഡിപ്പെൻസ്. ഓക്കെ, അപ്പോൾ അടുത്ത ന്യൂട്രീഷൻ കുറേ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പഴം അമ്മ എടുത്തിട്ടുണ്ടായിരുന്നു. അത്തനോട് തലേ ദിവസം പഴമൊക്കെ കടയിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞ് അതൊക്കെ കൊടുത്തു. പിന്നെ അതിനുശേഷം ഓറഞ്ച് നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അത് കുറേ എണ്ണം എടുത്തിട്ട് അമ്മ കൊണ്ടുപോയി. അമ്മ ബാഗ് ഭയങ്കര വെയിറ്റ് ആയിരുന്നു. നമ്മുടെ ഫുൾ ഫുഡായിരുന്നു കുറേങ്ങനുള്ളത്. ഞങ്ങൾക്കുള്ളതല്ല. പിന്നെ ഞങ്ങളിവിടെ മോർണിംഗ് അമ്മ ദോശയായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ ദോശയും ചട്നിയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ കൊണ്ടുപോയി. അവിടെ റോഡ് സൈഡിൽ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഇനി ഫുഡൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് ഞാൻ വാങ്ങിച്ചിരുന്നു, അല്ലാതെ ഫുഡ് ആയിട്ട് വാങ്ങിച്ചില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ നെല്ലിയാമ്പതി ട്രിപ്പ് ഉണ്ടായിരുന്നത്. ആൻഡ് നല്ല 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 മൊമെൻറ്റ്സ് ആയിരുന്നു ആ ട്രിപ്പ് തന്നത്. ഇഷ്ടംപോലെ കുറേ സ്ഥലത്ത് ആളുകൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു സ്റ്റേക്കേഷനായിട്ടും. അങ്ങനെ അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരിക. അടിപൊളി പ്ലേസാണ്, നല്ലൊരു വൈബാണ്. സ്റ്റേ ചെയ്താൽ മാത്രമാണ് അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. രാവിലെ പോയി വൈകിട്ട് വന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഫീൽ കിട്ടില്ല. എന്നാൽ അടിപൊളിയാണ്. നിങ്ങൾ സ്റ്റേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി സോ നൈസ്. ആൻഡ് ഇത് അവിടുത്തെ സൂസൈഡ് പോയിന്റിലൊരു തിട്ടാണ്. അതിൻ്റെ മേലെ അവളെ കയറ്റി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതാണ്. കുറേ കുരങ്ങാളായിരുന്നു അവിടെ. കുറേ കുരങ്ങുകളും ആളുകളും സെറ്റായിരുന്നു. അപ്പോൾ ആരും പോകാൻ മറക്കരുത് കേട്ടോ. സൂസൈഡ് പോയിന്റിനൊക്കെ ഇറങ്ങി നമ്മൾ കുറച്ച് പിക്സൊക്കെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് പിക്സ് നമ്മൾ നെല്ലിയാമ്പതിൽ കുറേ എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അധികം പിക്സൊന്നും വേണ്ട, വന്നതിന് വെറുതെ ഒരു പിക്ക് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അസ്നെ എൻ്റെ ബ്രദറൊക്കെ നെല്ലിയാമ്പതി പറ്റി ഇതിൻ്റെ മേലെ കയറിയിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അതുപോലെ അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറേ ട്രൈ ചെയ്തത് കിട്ടിയില്ല. ഇതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ വെട്ടിയാലാണ് അങ്ങനെ കിട്ടുക, പക്ഷെ അങ്ങനെ കിട്ടിയില്ല. ഞങ്ങൾ കുറേ ട്രൈ ചെയ്തു, പക്ഷേ പറ്റിയില്ല. അങ്ങനെ നമ്മൾ കുറേ പിക്സൊക്കെ എടുത്ത് അടിപൊളി വൈബൊക്കെ ആയി. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ദെൻ തിരിച്ചിറങ്ങി. ഇത് ഉണ്ടല്ലോ ചായയുടെ എന്താ പറയുക, ചായയുടെ കുരുവാണ് കേട്ടോ. ചായൻ്റെ ഇലയിൽ വരുന്ന ഒരുതരം കുരുവാണത്. അപ്പോൾ അത് കണ്ടപ്പോൾ എടുത്തോന്നേ ഉള്ളൂ. ഗ്യാസിന് ഒരേ കളിയാണ് അവിടെ. നമ്മുടെ ഫാമിലിയിലെ ചെറിയ ബേബി എന്നുള്ള ഇതിൽ തന്നെ അവൾക്ക് ഭയങ്കര നല്ല രസമാണ് അവളെ കൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ. അമ്മയ്ക്കും കുറേ പിക്സ് എടുത്തു കൊടുത്തു, ഞാനും കുറേ പിക്ക് എടുത്തു, അസ്നയ്ക്കും കുറേ പിക്സ് എടുത്തെടുത്തു. അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ലോണം ഹാപ്പി ആയിരുന്നു. ഒരേ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ വരുമ്പോഴും കണ്ടോ, വീഡിയോ എടുക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവളുടെ എക്സ്പ്രഷനൊക്കെ കണ്ടത് നിങ്ങൾ.
അപ്പോൾ ഞാനിതെന്താ അതായത് ഞാൻ ഓഡിയോ കൊടുക്കണമെന്ന് വിചാരിച്ചല്ല, എക്സാക്റ്റ് ഓഡിയോ തന്നെ ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഭയങ്കരമായിട്ടുള്ള നോയ്സായിരുന്നു, ഭയങ്കര കാറ്റും ഞാൻ പറഞ്ഞു നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള നോയ്സ്, ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തത്. നെക്സ്റ്റ് ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു മൈക്ക് ഇതായിട്ട് സംസാരിക്കുന്നതായിരിക്കും. മൈക്കൊന്നും കൊണ്ടുപോയില്ല, അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഒരു പ്രോബ്ലമായി. നമ്മൾ ശരിക്കും ഒരു വ്ളോഗൊക്കെ കാണുമ്പോഴുള്ള ഒരു ഫീല് കിട്ടില്ല. നമ്മൾ വേറൊരു ഓഡിയോ അതിലോട്ട് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീല് കിട്ടില്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ഇതേ ബുള്ളറ്റൊക്കെ ഞാനും അമ്മയൊക്കെ ചെറുതായിട്ടൊക്കെ കുറേ പിക്സൊക്കെ എടുത്തു. എനിക്ക് ബുള്ളറ്റ് ഓടിക്കാൻ അറിയാം. പിന്നെ അപ്പോൾ ഞങ്ങൾ കുറച്ച് അമ്മ ഓടിച്ചൊക്കെ നോക്കി. അമ്മയും ഓടിക്കാറുണ്ട് കേട്ടോ, അമ്മയ്ക്കും കാറും ലൈസൻസൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഇത് കണ്ടോ, നെല്ലിയാമ്പതിയിലെ ടൗണാണ്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെ നല്ല എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഇലക്ഷൻ്റെ ഒക്കെ ആയിട്ട് ഭയങ്കര പ്രചരണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വഴിയിൽ കണ്ടൊരു റോസാണ്, നല്ല ഭംഗിയായിരുന്നു. അവിടെ ഫുൾ പച്ചയിൻ്റെ ഇടയിൽ ഒരു റോസ് കളർ ഒരു മരം, അതിൽ കംപ്ലീറ്റ് പൂവ്. അപ്പോൾ അത് ഞാൻ തിരിച്ചു പോയതായിരുന്നു, എന്നിട്ട് തിരിച്ച് വന്ന് എടുത്തതായിരുന്നു ആ പിക്ക്. അങ്ങനെ ഞങ്ങൾ നെല്ലിയാമ്പതിയിൽ നിന്ന് തിരിച്ചു. വഴിയിൽ കുറേ ആനിമൽസിനെ കണ്ടു. ഭയങ്കരമായിട്ടുള്ള വൈബായിരുന്നു, നല്ല ഫീലായിരുന്നു. കുറേ റൈഡേഴ്സ് ഉണ്ടായിരുന്നു, കുറേ ആളുകളുണ്ടായിരുന്നു. അത് തന്നെയാണ് മെയിനായിട്ട്, കുറേ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു നല്ലൊരു ഫീലായിരുന്നു. ഇഷ്ടംപോലെ ആളുകളെ കാണാനും. ഈ കൊറോണ ടൈമിൽ കുറേ ആയി പുറത്തിറങ്ങിയിട്ട്, അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പ്ലേസിലോട്ട് വന്നതും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് അവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുടെ ഫേസ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അവർ കുറേ നാൾ വീട്ടിലിരുന്നിട്ട് പുറത്തിറങ്ങുമ്പോഴുള്ള ആ ഒരു ഫീലും ഇതും, പ്രത്യേകിച്ച് നെല്ലിയാമ്പതി പോലുള്ള സ്ഥലത്തോട്ട് നല്ല ക്ലൈമറ്റ്, നല്ലൊരു ഫീലാണ്. അപ്പോൾ നിങ്ങളും വരിക. അതുപോലെ തന്നെ കൊറോണയൊക്കെയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രിക്കോഷൻസൊക്കെ എടുത്ത് നിങ്ങൾ വരിക. ഞങ്ങളും സാനിറ്റൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഓരോ സ്ഥലങ്ങളോട്ട് പോയതുമൊക്കെ. നിങ്ങളും അതുപോലെ ചെയ്യുക. അപ്പോൾ ഈ അടിപൊളി വ്യൂസൊക്കെ ശരിക്കും എൻജോയ് ചെയ്യുക. നമ്മുടെ ലൈഫിൽ ട്രാവലിംഗ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കതിന് പറ്റിയിരുന്നില്ല, എനിക്ക് ചെറിയ സ്ഥലത്തോട്ട് പോകാനെങ്കിലും പറ്റിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ വലിയ സ്ഥലങ്ങളിലോട്ട് പോകാൻ പറ്റുന്നവരൊക്കെ പോവുക, മാക്സിമം എൻജോയ് ചെയ്യുക. കുറേ ഹെയർ പിൻസൊക്കെ ഉണ്ടായിരുന്നു. ഹെയർ പിൻസൊക്കെ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയിട്ടായിരുന്നു എനിക്ക് ഫസ്റ്റൊക്കെ തോന്നിയത്. പിന്നെ തോന്നി അത്ര വലിയ ടാസ്ക്കൊന്നും അല്ല, റൈഡേഴ്സിനൊക്കെ അടിപൊളിയാണ്, സെറ്റാണ് എന്നൊക്കെ. അപ്പോൾ കുറേ നല്ല നല്ല വ്യൂസും നല്ല നല്ല മൊമെൻറ്റ്സും നല്ല നല്ല ആളുകളെയും എല്ലാം, നല്ല നല്ല ഫുഡ്സും കഴിക്കാൻ പറ്റി, കാണാൻ പറ്റി, ഫീൽ ചെയ്യാൻ പറ്റി. വൈബൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഇത് എൻജോയ് ചെയ്യണം. ഒരു സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ സ്റ്റേ ചെയ്തില്ലെങ്കിൽ അങ്ങനെ വരികയാണെങ്കിൽ വരിക, മാക്സിമം എൻജോയ് ചെയ്തിട്ട് പോവുക. നല്ലൊരു വൈബ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. നമുക്ക് നല്ല 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 വൈബ് കിട്ടാനായിട്ടുള്ള ഒരു കിട്ടുന്ന ഉറപ്പുള്ളൊരു പ്ലേസാണ് നെല്ലിയാമ്പതി. നമ്മളുടെ എന്താ പറയുക, കേരളത്തിൻ്റെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന, കേരളത്തിൻ്റെ ആണോ അല്ല സോറി, പാലക്കാടിൻ്റെ ഊട്ടി എന്ന് അറിയപ്പെടുന്ന നമ്മളുടെ നെല്ലിയാമ്പതിയിലോട്ട് വരിക, അടിച്ച് പൊളിച്ച് സെറ്റാക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളത് തിരിച്ച് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഇനേബിൾ ദ ബെല്ലൈക്കൺ. എന്നാൽ മാത്രമാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഓഡിയോ കൊടുക്കാനായിട്ട് പറ്റിയില്ല, നോയ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ഓഡിയോ ഒന്നും തീരെ കൊടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ ഉറപ്പായിട്ടും ഞാൻ ഓഡിയോ തന്നെ കൊടുക്കുന്നതായിരിക്കും, എക്സാക്റ്റ് ആയിട്ടുള്ള. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങാൻ കുറേ ഹെയർ പിൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി പരിപാടികളൊക്കെ ചെയ്യണം. ഇന്ന് സൺഡേ ആണ്, പിന്നെ നാളെ ക്ലാസ് ഉണ്ട്. അപ്പോൾ കുറേ പരിപാടിയൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 4 മണി സമയത്തായിരുന്നു, 4:30 ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് 4:30 ഇറങ്ങി. എന്നാലും കുറേ പ്ലേസൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം. പക്ഷേ പോയ സ്ഥലങ്ങളൊക്കെ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടൊരു ഹാപ്പിനെസ്സും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ഞങ്ങളങ്ങനെ നെല്ലിയാമ്പതിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. That's it.
അങ്ങനെ നമ്മൾ തിരിച്ച് പോത്തുണ്ടിയിലോട്ട് എത്തിയപ്പോൾ അവിടെ എന്താ പറയുക, നല്ല വേലക്കുള്ള ആളുകളുണ്ടായിരുന്നു. അത്ര തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ടും അതുപോലെ തന്നെ കൊറോണ ആയിട്ടും ഇഷ്ടംപോലെ സ്റ്റേ ചെയ്യാനും ഇഷ്ടംപോലെ ആളുകളായിരുന്നു. ഈ നമ്മുടെ പോത്തുണ്ടിയുടെ ഈ അറ്റത്തും മുതൽ അതിൻ്റെ ഫ്രണ്ടും അത് കഴിഞ്ഞിട്ടൊക്കെ കാറുകൾ നിർത്തിയേക്കായിരുന്നു. അമ്മാതിരി തിരക്കായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ പോത്തുണ്ടിയിൽ ഇഷ്ടംപോലെ കുറേ പുതിയ പുതിയ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ബഞ്ചി ജമ്പിങ്ങും അതുപോലെ തന്നെ സൈക്കിൾ, അങ്ങനെ എന്തൊക്കെയൊക്കെയോ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറേ ആളുകളെ കാണാൻ പറ്റി. ഇഷ്ടം പോലെ നല്ല തിരക്കായിരുന്നു അവിടെ. അപ്പോൾ എന്താ പറയുക, ശരിക്കും നമ്മൾ യൂട്ടിക്കും കൊടൈക്കനാലിലൊക്കെ പോകുന്നൊരു ഫീലായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഭാഗമാണെങ്കിൽ കൂടി നമുക്ക് ശരിക്കും എന്താ പറയുക, വലിയ ദൂരത്തെങ്ങോട്ടോ ടൂർ പോയൊരു ഫീലായിരുന്നു. അത്രയും ആളുകളെ കണ്ടപ്പോൾ നല്ല അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. നല്ല മെമ്മറീസും നല്ല വൈബ്സൊക്കെ നിറഞ്ഞൊരു ട്രിപ്പ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പോകാൻ മറക്കരുത്. പോയി സ്റ്റേ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് ആണെങ്കിൽ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.